ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയാണ്. നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് ആ നട്ട്സും കിസ്മിസും സവോളയൊക്കെ വറുത്തെടുക്കാനുള്ള അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു വെക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലേവറിനും ഒക്കെ ആയിട്ട് ഒരു 2 സ്പൂൺ നെയ്യും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓയിൽ ഇപ്പൊ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള കിസ്മിസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആയിട്ടുണ്ട്. നമുക്കതങ്ങ് കോരിയെടുക്കാവേ. ഈ ഓയിലിലേക്ക് തന്നെ നമുക്ക് വറുത്തെടുക്കാനുള്ള സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സവാള ആയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കറുത്തു പോകണ്ട. ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരിയെടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ ബീഫ് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ബോൾ, അതായത് ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, ഇത് ഒരു വലിയ തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ഒരു പിടി ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ അല്പം ഒരു 5 പച്ചമുളക്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, ഇത്ര ആഡ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഒത്തിരി പുളി ഇല്ലാത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 2 സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കണേ. അടുത്തതായിട്ട് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാമേ. ആദ്യം തന്നെ ഒരു വലിയൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ എരിവിനായിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാല, ഒരു 1/4 സ്പൂണോളം ബിരിയാണി മസാലയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ മുമ്പേ വറുക്കാനായിട്ട് ഉപയോഗിച്ച എണ്ണയിൽ നിന്ന് ഒരു 3 സ്പൂൺ ഓയിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല എല്ലാം നല്ലപോലെ കൈയും കൊണ്ട് തന്നെ ഒന്ന് ഞെരടി മിക്സ് ചെയ്തെടുക്കാം. എങ്കിലും അത് ആ മസാല എല്ലായിടത്തും ശരിക്കും പിടിച്ചു വരുള്ളേ. ഇനി ഇത് നമുക്കൊരു 30 മിനിറ്റേലും കുറഞ്ഞത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റണേ. നമ്മുടെ ഈ മിക്സിലേക്ക് നമുക്ക് കുറച്ച് ഓൾ സ്പൈസസ് കൂടി വേണമായിരുന്നു. അതുകൂടി നമുക്ക് ആഡ് ചെയ്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാവേ. കുറച്ച് പട്ടയ, ഗ്രാമ്പൂ, ഏലക്ക, അതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പൊ നമുക്ക് നമ്മുടെ ബീഫ് വേവിച്ചെടുക്കാം. ഞാനൊരു 10 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. ബീഫ് വേവ് ഡിഫറെന്റ് ആയിരിക്കും. ആ ബീഫിന്റെ അനുസരിച്ചിരിക്കും. നമുക്ക് ഏതായാലും ഒരു 10 വിസിൽ അടിച്ചു കഴിഞ്ഞ് നമുക്ക് നോക്കാവേ. അടുത്തായി നമുക്ക് നമ്മുടെ അരി വേവിച്ചെടുക്കാം. ആദ്യം തന്നെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഓൾ സ്പൈസസ് ആയ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് കുരുമുളക് എല്ലാം ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്കൊരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞു കൊടുക്കാം. അതുപോലെ ഈ അരിയൊക്കെ ഒട്ടിപ്പിടിച്ചു പോകാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം വറക്കാൻ ഉപയോഗിച്ച എണ്ണയിൽ നിന്ന് ഒരു 2 സ്പൂൺ എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് ഈ റൈസ് പറ്റിച്ചും എടുക്കാം, അല്ലാതെ ഞാനിപ്പോൾ ഊറ്റിയെടുക്കുന്നത്. ഇപ്പൊ പറ്റിച്ചാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്താൽ മതിയേ. ഇപ്പൊ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 10 മിനിറ്റോളം കുതിർത്ത് വെച്ച ജീര റൈസ് ആണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ റൈസ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഊറ്റിയെടുക്കാവേ. നമ്മുടെ റൈസും ബീഫും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ദം ചെയ്തെടുക്കാമേ. അതിനാദ്യം തന്നെ ഞാൻ നമ്മുടെ ബീഫ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ. ഞാൻ ഇത് ഒരു 13 വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബീഫ് വെന്ത് കിട്ടിയേക്കുന്നത്. ഇപ്പൊ നമ്മുടെ ബീഫിനകത്ത് ഒരിച്ചിരി വെള്ളം കൂടി വറ്റാനായിട്ടുണ്ട്. ആ ചാറുകൂടി ഒന്ന് വന്നോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ റൈസിന് ഒരു കുഴഞ്ഞിരിക്കുന്ന ഫീൽ ആയിരിക്കും. ഇനി നമുക്ക് ഇത് റൈസ് ഇട്ട് നമുക്ക് നമ്മുടെ ബിരിയാണി ദം ചെയ്യാവേ. ആദ്യം ആവശ്യത്തിന് 1 ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ 1 ലെയർ റൈസ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള്
ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു ലെയർ മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാവേ. അതിന്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതിന്റെ മേലെ നമ്മൾ നട്ട്സും കിസ്മിസും കൂടി അരിഞ്ഞു വെച്ചിരുന്നു ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിന്റെ മണ്ടേ നമ്മുടെ ലാസ്റ്റ് ലെയർ കൂടി കൊടുക്കാവേ. നമ്മൾ 2 ലെയർ ആയിട്ടാണ് ഇത് ദം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാവേ. ഇനി നമുക്കെങ്കിൽ നമ്മുടെ ദമ്മ് പൊട്ടിച്ച് നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യാവേ. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഓവർ മസാലയൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക.